ശ്രീരാമനവമി. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഇത് ഈശ്വര ഉവാച എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന ഏവർക്കും അറിയാം. പാർവതീദേവി ചോദിക്കുകയാണ്, പാർവത്യുവാച കേനോപായേന ലഘുന വിഷ്ണോർ നാമസഹസ്രകം പഠ്യത്തെ പണ്ഡിതൈർ നിത്യം ശ്രോതുമിച്ഛാമ്യഹം പ്രഭോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുകയാണ്, അന്നേ തന്നെ നോക്കിക്കോളൂ, നമ്മുടെ ആലോചനയിൽ നമുക്ക് ഒരുപാടൊന്നും ജപിക്കാനില്ല, വല്ലതും ചുരുക്കി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്താ കഥ? അന്ന് തന്നെ നമ്മൾ ശീലിച്ചു തുടങ്ങി. ഇന്ന് പാരസെറ്റമോളിൽ എത്തി നിൽക്കുകയാണ്. കഷായമൊക്കെ പോയി പാരസെറ്റമോളിൽ ലഘുവായിട്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു നല്ല രീതിക്ക് എടുക്കണം ഇത്. അപ്പോൾ പറയുകയാണ്, ഈശ്വരൻ പറയുകയാണ്, ഈശ്വര ഉവാച, പരമേശ്വരനാണ് ശ്രീരാമ രാമ രാമേതി എന്ന് പറഞ്ഞു. അപ്പം രാമനാമത്തിൻ്റെ മഹിമയെ കാണിച്ചു തരുന്നതാണ് ഈ ചോദ്യം ഉത്തരം. അല്ലാതെ വിഷ്ണു സഹസ്രനാമം മുഴുവനായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഈക്വലാണെന്ന് വിചാരിക്കരുത്. കാരണം ഇതിവിടെ സെൻസ് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ രാമനാമത്തിൻ്റെ മഹിമ അത്രത്തോളം ഉണ്ട് എന്ന് പരമേശ്വരൻ പറയുകയാണ്. അങ്ങനെ ശ്രീരാമനവമി ദിവസം വീടുകളിൽ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒരു ചെറിയ പൂജ നടത്തുക. അവരവർ സ്വയം വീട്ടിലുള്ള ഗൃഹനാഥൻ, ഗൃഹനാഥ, കുട്ടികൾ ഇവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ശ്രീരാമനവമി ദിവസം രാമൻ്റെ മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഒരു പൂജ കഴിക്കുക. അതിലേക്കായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ലഘുവായിട്ട് നമുക്കെങ്ങനെ ആ പൂജ കഴിക്കാം എന്നുള്ളതാണ്. ഏവർക്കും അറിയാം, രാവിലെ എല്ലാവരും കുളിച്ച് വൃത്തിയായി പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ, നിവേദ്യം ആദ്യമേ തന്നെ തയ്യാറാക്കി വയ്ക്കുക. നിവേദ്യം പാൽപ്പായസമാകാം, അവിലാകാം, പാനകമാകാം, വെറ്റ, പാക്ക്, അടയ്ക്ക, വെറ്റില, അടയ്ക്ക, നാളികേരം, കദളിപ്പഴം എന്നിങ്ങനെ അവരവർക്ക് സാധിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. കുറച്ച് അവലെങ്കിലും നേദിക്കുന്നത് ഉത്തമം. ചില സ്ഥലത്ത് പാനകം നേദിച്ച് വരുന്നു. എന്തായാലും ഉത്തമം തന്നെയാണ് ഒരു പഴമെങ്കിലും വാങ്ങിച്ച് നേദിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശീലം സർവത്ര വൈധനം, ഇതൊരു ശീലമായി തുടരണം. 10-100 വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ എല്ലാ വീടുകളിലും ശ്രീരാമനവമി ദിവസം, അതായത് ഹിന്ദു ധർമ്മം ഫോളോ ചെയ്ത് വരുന്ന വീടുകളിൽ ശ്രീരാമനവമി ദിവസം ഏവരും ചെയ്യും. കാരണം ഇങ്ങനെയൊരു ശീലം 1 നിന്ന് 10, 10 100 100 1000 ആകും. പൂജയ്ക്കിരിക്കുകയാണ്, വിളക്ക് തെളിയിക്കുകയാണ്, ഭദ്രദീപം, 5 തിരി. ഇവിടെ തിരി എന്ന് ഉദ്ദേശിച്ചത് ജ്വാലയാണ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക്, കിഴക്ക്. ഒരു ജ്വാല എന്ന് പറയുമ്പോൾ 2 തിരി ചേർത്ത് വെച്ചിട്ടാണ്, ഒറ്റ തിരിയിട്ട് കത്തിക്കരുത്. അങ്ങനെ ഭദ്രദീപം തെളിയിക്കുക. എണ്ണയില്ലല്ലോ, സാധിക്കില്ലല്ലോ, കുഴപ്പമില്ല, കിഴക്കും പടിഞ്ഞാറും തിരി തെളിയിക്കുക. അതിനുശേഷം വിളക്കിൽ തന്നെ പൂജിക്കാം. ഇല്ലെങ്കിൽ ശ്രീരാമൻ്റെ ചിത്രമുണ്ടെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം ചിത്രം വളരെ പ്രസിദ്ധമാണ്. കാരണം കുറച്ച് ഫോക്കസ് കിട്ടും, നമുക്ക് ആ ചിത്രത്തിലേക്ക് കാണുമ്പോൾ ഇന്ന ആളാണെന്ന് നമുക്ക് ഓർമ്മ വരും. അത് ദൃഢീകരിക്കും, മനസ്സിനെ ദൃഢീകരിക്കുവാനായിട്ട് ഒരു ഉപാധി നമുക്ക് ആവശ്യമാണ്. വിഗ്രഹം വിശേഷേണ ഗ്രാഹയതി എന്ന് പറയുന്നു. അപ്പോൾ അതിലേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കുവാനായിട്ട്, ചിന്തിപ്പിക്കുവാനായിട്ട്, ദൃഢീകരിപ്പിക്കുവാനായിട്ട് അത് ആവശ്യമാണ്. അങ്ങനെ ഒരു ശ്രീരാമ പട്ടാഭിഷേകം ചിത്രം വെക്കാം, അതിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാം. ഇല്ലെങ്കിൽ വിളക്കിൽ തന്നെ ശ്രീരാമനെ ധ്യാനിച്ച് പരിവാരങ്ങളോടുകൂടി സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ, ഈ ഒരു ഒറ്റ മന്ത്രമായാലും മതി. പൂക്കൾ അർപ്പിക്കുക എന്നുള്ളതാണ്. സാധിക്കുന്ന രീതിയിൽ ശ്രീരാമൻ്റെ അഷ്ടോത്തരം ലഭ്യമാണ്, ഗൂഗിളിൽ ലഭ്യമാണ്, മലയാളത്തിൽ ലഭ്യമാണ്. അങ്ങനെ അത് സെർച്ച് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക, ഇല്ലെങ്കിൽ മൊബൈലിൽ തന്നെ വെച്ചേക്കുക. എന്നിട്ട് കുടുംബസമേതം ഇരുന്ന് ഗൃഹനാഥൻ പൂജ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ ഗൃഹനാഥ ആരായാലും ശരി. സ്ത്രീക്കും ചെയ്യാം, ഒരു ദോഷവും സംഭവിക്കുന്നതല്ല. ഈ ദോഷം എന്ന വാക്കിനെ കൊണ്ട് ദയവ് ചെയ്ത് വരരുത്. കേരളത്തിൽ
പ്രചുര പ്രസിദ്ധമായ വാക്കെന്ത് എന്ന് ചോദിച്ചാൽ ദോഷം. നിന്നാൽ ദോഷം, ഇരുന്നാൽ ദോഷം, ജപിച്ചാൽ ദോഷം, കിടന്നാൽ ദോഷം, എല്ലാത്തിനും ദോഷം എന്നുള്ള വാക്കിനെ ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ശ്രീരാമനവമി ദിവസം കേരളത്തിലുടനീളം ഓരോ വീട്ടിലും ശ്രീരാമ പൂജ നടക്കട്ടെ. പുഷ്പാഞ്ജലി കഴിച്ച ശേഷം കൂട്ടത്തോടുകൂടെ നാമജപം അത്യധികം ഫലപ്രദമായ ഒരു കാര്യമാണ്. ഏവരും ചേർന്ന് ജപിക്കുന്ന നാമം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് താരകമന്ത്രം എന്ന് പറയും. കലിസന്തരണോപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മന്ത്രമാണ്. ഈ മന്ത്രം കുറച്ച് പ്രാവശ്യം ജപിക്കുക, സാധിക്കുമെങ്കിൽ 108 പ്രാവശ്യം ജപിക്കുക. അതിനുശേഷം നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു. തനിക്കറിയാവുന്ന രീതിയിൽ നിവേദ്യം സമർപ്പിക്കുക. ആത്മനിവേദനവും ആകാം. നമ്മൾ സമർപ്പിക്കുകയാണല്ലോ, സമർപ്പണ ഭാവത്തോടു കൂടി ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഇത് നിവേദിക്കുകയാണ്. നിവേദിച്ച ശേഷം ദീപാരാധന. ദീപാരാധന എന്ന് പറയുമ്പോൾ കർപ്പൂരം വാങ്ങിച്ച് വെക്കരുത്. കർപ്പൂരം ഇന്നില്ല, എല്ലാം കെമിക്കലാണ്. ആയതിനാൽ നെയ് ദീപം, പശുവിൻ നെയ്യിൽ ഈ തിരി മുക്കിയിട്ട് ആ തിരി തെളിയിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിളക്കിൽ തന്നെ തിരി ഇടുന്നു, നെയ്യൊഴിക്കുന്നു. നെയ് ദീപം, അതാണ് ദീപം കൊണ്ട് ആരതി ചെയ്യുന്നതിനെ നമുക്കങ്ങനെ വിളിക്കാം ദീപാരാധന. മറ്റേതെല്ലാം തന്നെ പുകയാണ്, ശരീരത്തിന് ഹാനികരമാണ്. ഒരു തരത്തിലും അത് നാം പ്രൊമോട്ട് ചെയ്യരുത്. അങ്ങനെ ദീപാരാധന കഴിക്കുന്നു. അതിനുശേഷം പ്രാർത്ഥനാ നമസ്കാരങ്ങൾ ചെയ്യുന്നു. കുടുംബസമേതം ആ പ്രസാദം നമ്മൾ കഴിക്കുന്നു. അടുത്തുള്ള വീടുകളിൽ ഈ പ്രസാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സമൂഹത്തിൽ സ്നേഹം വളരും. ഇത് കണ്ട് അപ്പുറത്തെ വീട്ടുകാർ അടുത്ത ശ്രീരാമനവമിക്ക് നമ്മളും ചെയ്താലെന്ത് എന്നുള്ളൊരു തോന്നൽ വരും. തീർച്ചയാണ്. അങ്ങനെ രാമനാമം മുഴങ്ങട്ടെ. ഇതിനോടൊപ്പം ഒരു വിഷയം കൂടി അന്നേ ദിവസമെങ്കിലും ഒരു പേപ്പറിൽ രാമ 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 എന്ന് എഴുതാം. കുറേ പ്രാവശ്യം എഴുതാം. ശ്രീരാമജയം എഴുതാം. അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ കുട്ടികളെയും ശീലിപ്പിക്കുക. ഇതിങ്ങനെ രാമനവമിക്ക് മാത്രം തന്നെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. ഇത് നിത്യവും ശീലിക്കാം. ഒരു 2 മിനിറ്റ് കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ആ ഒരു പേപ്പർ, ഒരു ബുക്ക്, ഡയറി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വരി രാമ 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 എന്ന് എഴുതട്ടെ. മനസ്സിൽ എഴുതുമ്പോൾ എന്തായാലും മനസ്സിൽ പറയേണ്ടി വരും രാമ 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 എന്നുള്ളത്. ഇത് ഒരു നല്ല ശീലമാണ്. കുട്ടി വഴി തെറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏവർക്കും ശ്രീരാമനവമി ആശംസകൾ. സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനെ നമഃ.